പരമ്പരാഗതമായ പല തൊഴിലുകളും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അക്കൂട്ടത്തിലൊന്നാണ് ഈറ്റ കൊണ്ട് വീട്ടുപകരണങ്ങൾ നിർമ്മിക്കുന്ന തൊഴിൽ. പ്ലാസ്റ്റിക് ഉത്പന്നങ്ങൾ വിപണി കീഴടക്കിയതോടെ ഈറ്റ കൊണ്ടും ചൂരൽ കൊണ്ടും ഉത്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധിയിലാണ്. ഈറ്റയും ചൂരലും യഥേഷ്ടം ലഭ്യമാണെങ്കിലും മലയാളി ഇന്ന് അരി പാറ്റുന്നത് പ്ലാസ്റ്റിക് മുറങ്ങളിലാണ്. തമിഴ്നാട്ടിലെ ചെങ്കോട്ടയ്ക്കടുത്ത് മേലൂർ എന്ന ഗ്രാമത്തിലാണ് ഈ തൊഴിലിന്റെ അവസാന കണ്ണികളെ കണ്ടെത്താനായത്. ഈറ്റ കൊണ്ട് 16 തരത്തിലുള്ള ഉത്പന്നങ്ങൾ നിർമ്മിച്ചിരുന്ന ഇവർ ഇപ്പോൾ വെറും 2 തരം കൂടകളാണ് നിർമ്മിക്കുന്നത്. നിലവിൽ പൂക്കച്ചവടക്കാർ മാത്രമാണ് ഈറ്റക്കൂടകൾ വാങ്ങുന്നത്. പച്ചക്കറികളും പഴങ്ങളും പ്ലാസ്റ്റിക് ഡിഷിലായതും ഇവർക്ക് തിരിച്ചടിയായി. കൂട ഒന്നിന് 30 രൂപ കിട്ടും. പക്ഷേ ദിവസം 2-3 കൂടകൾ മാത്രമേ നിർമ്മിക്കാനാവൂ. ഈറ്റയുടെ വില കഴിച്ചാൽ ദിവസം 60 രൂപ മുതൽ 80 രൂപ വരെയാണ് വരുമാനം. 30 വർഷമായി ഈ തൊഴിൽ ചെയ്യുന്ന ഇവരുടെ ആശങ്ക തങ്ങൾക്കു ശേഷം ഇത് ആരു ചെയ്യും എന്നാണ്. എന്തിനും ഏതിനും പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നവർ പ്രകൃതിദത്തമായ ഇത്തരം ഉത്പന്നങ്ങളുടെ വില എന്നെങ്കിലും മനസ്സിലാക്കും എന്ന പ്രതീക്ഷ മാത്രം ബാക്കി. ന്യൂസ് ബ്യൂറോ, തെന്മല.